ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യാലിറ്റീസ്, ക്രിസ്മസിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ജന്മദിനമാണ് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഡിസംബർ 25-നാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പോൾ ചില പൗരസ്ത്യ സഭകൾ, അതായത് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളൊക്കെ ഡിസംബർ 25 ജനുവരി 7 ക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നത്. എന്നാൽ ഗവേഷകർ പറയുന്നത് ജനുവരിയുമല്ല, മാർച്ച് മാസത്തിലാണ് ജീസസ് ജനിച്ചതെന്ന്. അങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ പല സ്ഥലങ്ങളിലും, ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഉയരുന്നുണ്ട്. എന്നാൽ പൊതുവായിട്ടൊരു ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഡിസംബർ 25-നാണ്. അപ്പോൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ AD 4-ാം നൂറ്റാണ്ട് മുതലാണ് ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് തുടങ്ങിയത്. AD 4-ാം നൂറ്റാണ്ട് മുതലാണ് ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് തുടങ്ങിയത്, ക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ട്. അതിനു മുമ്പ് തന്നെ ഡിസംബർ ആഘോഷങ്ങളുടെ ഒരു മാസമായിട്ട് ലോകം ആചരിച്ചിരുന്നു. ക്രിസ്മസിന് മുമ്പ് തന്നെ, ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ. ഡിസംബർ 25 തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻറ്റൈൻ ക്രിസ്തുമതം സ്വീകരിക്കുകയും അപ്പോൾ റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ആചാരങ്ങൾ പ്രകാരം ഡിസംബർ 25 സൂര്യദേവൻ്റെ ജന്മദിനമായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. അപ്പോൾ ഇത് ഈ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും അതോടൊപ്പം ചക്രവർത്തിയുടെ അനുയായികളും മറ്റ് റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന മറ്റാളുകളും കൂട്ടത്തോടെ ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് പല ആചാരങ്ങൾ അതേപോലെ തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചതിനും ശേഷം തുടർന്നു. അതായത് സൂര്യദേവൻ്റെ ജന്മദിനമായ ഡിസംബർ 25 അദ്ദേഹം ഒരു പൊതു ആഘോഷമായിട്ട്, ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം പൊതു ആഘോഷമായിട്ട് ആഘോഷിക്കുവാനായിട്ട് ആരംഭിച്ചു. പിന്നീട് അത് കാലക്രമേണ അത് ക്രിസ്മസ് ആയിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജന്മദിനം, സൂര്യദേവൻ്റെ ജന്മദിനം എന്നത് മാറി ക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ട് റോമാക്കാരിങ്ങനെ ആഘോഷിക്കുവാൻ തുടങ്ങി. എന്നാൽ ഇത് റോമാക്കാർ മാത്രമായിരുന്നു ഇങ്ങനെ ആഘോഷിച്ചിരുന്നത്. പിന്നീട് മാർപ്പാപ്പയായിരുന്ന, അന്നത്തെ പോപ്പായിരുന്ന ജൂലിയൻ 1 ഇതിനെ അംഗീകരിക്കുകയും അങ്ങനെ പിന്നീട് ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ട് ലോകം മൊത്തം ആഘോഷിക്കുവാനായിട്ട് തുടങ്ങി. ഇന്നത്തെ രീതിയിലുള്ള ഈ ക്രിസ്മസ് ആചാരങ്ങളുടെ എല്ലാം സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്, ആഘോഷങ്ങളുടെയൊക്കെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ നിന്നുമാണ്. സാന്താക്ലോസ് അതോടൊപ്പം മറ്റ് ആഘോഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ജർമ്മൻകാരാണ്. അവരിൽ നിന്നുമാണ് ഇത് ലോകം മൊത്തം വ്യാപിച്ചതെന്ന് പറയാം ആഘോഷങ്ങൾ. 1870 വരെ അമേരിക്കയിൽ ക്രിസ്മസ് ഒരു പൊതുവധി പോലും ആയിരുന്നില്ല. ആരും ആഘോഷിക്കാനില്ലാതെ ഒരു പൊതുവധി പോലും ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു ഡിസംബർ 25 എന്നത്. പിന്നീടാണ് 1870-കൾക്ക് ശേഷമാണ് ക്രിസ്മസ് പൊതുവധിയായിട്ട് ആഘോഷിക്കുന്നതും ഇന്ന് കാണുന്ന ആചാരങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കുമൊക്കെ അമേരിക്കക്കാർ തിരിയുന്നതും 1870-ന് ശേഷമാണ്. 19-ാം നൂറ്റാണ്ട് മുതലാണ് ഇന്ന് കാണുന്ന ആഘോഷങ്ങൾ തുടങ്ങിയത് തന്നെ. യൂറോപ്പിലെയും അമേരിക്കയിലെയും നഗരങ്ങളാണ് ക്രിസ്മസ് വളർത്തിയതെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ആഘോഷങ്ങളൊക്കെ, ഈ കേക്ക് കട്ടിങ്ങും അതോടൊപ്പം സമ്മാനങ്ങൾ കൊടുക്കുന്നതും തുടങ്ങിയ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയത്, അത് വളർത്തിയത് അമേരിക്കയിലെയും യൂറോപ്പിലെയും നഗരങ്ങളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ നിരവധി പ്രത്യേകതകളാണ് ക്രിസ്മസിനെ സംബന്ധിച്ച് ലോകം മൊത്തമുള്ളത്. ക്രിസ്ത്യൻസ് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലെല്ലാം ക്രിസ്മസ് എന്നത് വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ്. മതത്തിലെ ആഘോഷം എന്നതിലുപരി അതിലപ്പുറത്തേക്കും ആഘോഷിക്കുന്നവർ നിരവധിയാണ് ഇന്ന് ലോകത്ത്. പ്രത്യേകിച്ച് സമ്മാനങ്ങൾ കൊടുക്കുന്നതും സാന്താക്ലോസിൻ്റെയൊക്കെ ആ ഒരു ആഘോഷങ്ങളൊക്കെ എല്ലാ ജനതകളെയും ഒരുപോലെ ആകർഷിക്കുന്നു. സ്റ്റാറുകൾ തൂക്കുക തുടങ്ങിയ ഇതൊക്കെ ആഘോഷങ്ങളൊക്കെ എല്ലാ ജനതകളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണെന്ന് പറയാം ക്രിസ്മസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.